എലീഷ എന്ന പ്രവാചകൻ ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ്. ആമേൻ. ചിലതൊക്കെ ദൈവത്തോട് ചോദിക്കുമ്പോൾ തൻ്റെ ഗുരുവായ എലിയാവിനെ മുഖത്തോട് മുഖം നോക്കി നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകമല്ല എനിക്ക് വേണ്ടത്, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക്. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ എത്ര വേണമെന്ന് പറഞ്ഞു? ഇരട്ടി പങ്ക്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവും ഇതിനകത്ത് ചിലതിനോട് പറയുവാണ്, ചോദിക്കുമ്പോൾ ഇച്ചിരി കാര്യമായിട്ട് ചോദിക്കണം. ഹല്ലേലൂയ. ചോദിക്കണ്ടേ? അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറയും, കാര്യമായിട്ട് ചോദിക്കണമെന്ന് പറ. ഹല്ലേലൂയ. ഇച്ചിരി ഒന്ന് കാര്യമായിട്ട് ചോദിച്ചാൽ കർത്താവ് കാര്യമായിട്ട് തരും, ഉറപ്പാ. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തോട്ട് വരട്ടെ. അപ്പോൾ എലീഷ എന്ന പ്രവാചകൻ ഏലിയാവിനോട് ചോദിച്ച ചോദ്യം, ഇരട്ടി പങ്കുള്ള അഭിഷേകം എനിക്ക് തരണം. ഏലിയ പറഞ്ഞു, എൻ്റെ കയ്യിലില്ലാത്തത് ഞാൻ എങ്ങനെ നിനക്ക് തരുന്നേ? എന്നിരുന്നാൽ തന്നെയും ഇല്ലെങ്കിലും കൊടുക്കുന്നത് അത് നോക്കണമേ, എലിയാവല്ല കൊടുക്കുന്നത് ദൈവമാണ്. ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ അഭിഷിക്തന്മാരാ നിൽക്കുന്നെങ്കിലും വല്ലതും കൈമാറുന്നത് അഭിഷിക്തനല്ല, കൈമാറുന്നത് ദൈവമാണ്. വിശ്വസിക്കുന്നവരോട് ഞാൻ ഇന്ന് പകൽ കൈമാറുകയാണ്. ചിലതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു കരം എറണാകുളത്തുണ്ട്. അത് മനുഷ്യന്റെ കരമല്ല, അത് സർവശക്തന്റെ കരമാ എന്ന് വിശ്വസിക്കുന്ന ചിലർക്കായി ആ കരം ഇതിനകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ മഹത്വം ഇന്ന് പകൽ ഹോളിനകത്ത് ചലിക്കട്ടെ. ചിലതൊക്കെ നിനക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു കർത്താവിന്റെ കരം ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ചലിക്കട്ടെ. നിന്റെ വിഷയം പറഞ്ഞത് പാസ്റ്ററോടായിരിക്കാം, നിന്റെ വ്യക്തി വിഷയം ഷെയർ ചെയ്തത് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ, പക്ഷേ രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, അതിനെ നന്നായി അറിയുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ട്. ചില മറുപടികളെ ഹാൻഡ് ഓവർ ചെയ്യാൻ കരുത്തിട്ടൊരു കരവിതിനകത്ത് വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുമെങ്കിൽ ചില ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് ചെയ്യും. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കർത്താവിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെട്ടു. ഒരു 3-4 മീറ്റിംഗ് ആയുള്ളൂ നമ്മൾ എറണാകുളത്ത്. വരും മാസങ്ങളിൽ അത് വിപുലമായ രീതിയിൽ കർത്താവ് ചെയ്യട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചാനൽ വഴി കാണുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം. ഫോർവിഷൻ ചാനലിൽ ഞങ്ങളുടെ മീറ്റിങ്ങുകൾ കാണുന്നവർക്കായി സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വിവിധ ഇടങ്ങളിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ദൈവം മാനിക്കട്ടെ. എന്നാൽ ഞങ്ങളുടെ ലൈവിലും ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കായി സ്തോത്രം ചെയ്യുവാണ്. എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന ഒരു മീറ്റിംഗ് ആണ്. എറണാകുളം സൗത്തിലെ ഈ മീറ്റിംഗ് നിങ്ങൾ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, നമുക്ക് തൽക്കാലം മന്ത്ലി ഒരു മീറ്റിംഗേ ഉള്ളൂ. വരും മാസങ്ങളിൽ അതിന്റെ ഇച്ചിരി ഒരു വർധന വെളിപ്പെടുമ്പോൾ നമുക്ക് അടുപ്പിച്ച് മീറ്റിംഗുകൾ ക്രമീകരിക്കാൻ ദൈവം ഭാഗ്യമൊരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. വിടിവിക്കപ്പെടണം, ജനം വിടിവിക്കപ്പെടണം. ഹല്ലേലൂയ. അത്രേ കർത്താവ് എന്നിലൂടെ ആഗ്രഹിക്കുന്നുള്ളൂ. ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടണം. ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ രക്ഷ വെളിപ്പെടണം. ജനം രക്ഷപ്പെടണം, രക്ഷിക്കപ്പെടണം. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. കമോൺ. ഞാൻ ഈ ഭാഗത്തോട്ടൊന്ന് കടന്നു വരട്ടെ. എലീഷ എന്ന പ്രവാചകന് ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ്. താൻ പ്രാപിച്ച അഭിഷേകം എന്ന് പറയുന്നത് ചെറിയ അഭിഷേകമൊന്നുമല്ല, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്. ഇതൊക്കെ പ്രാപിച്ച് നിൽക്കുമ്പോഴാണ് തന്റെ കൂടെ ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരു ശിഷ്യന്റെ വീടിനെ കുറിച്ചാണ് ബൈബിളിൽ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലേ? ആ മനുഷ്യന് കുറിച്ച് ഇങ്ങനെ പറയുന്നു, പ്രവാചക ശിഷ്യനെ കുറിച്ച് എങ്ങനെ പറയുന്നു? ഈ പ്രവാചക ശിഷ്യൻ എന്താ തൻ്റെ കൂടെ ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ആക്റ്റീവായിട്ടൊക്കെ പ്രവർത്തിക്കുക. പക്ഷേ തനിക്ക് ഭാര്യയുണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നാൽ എന്തോ ഒരു ആവശ്യം വന്ന സമയത്ത് എന്ത് ചെയ്തു? ഇച്ചിരി കാശ് കടം മേടിച്ചു. അല്ലേ? സ്വാഭാവികമാണ്, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ഇച്ചിരി കാശ് കൊടുത്തെങ്കിൽ കടം കിട്ടിയാൽ മേടിക്കും, തക്ക സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ ഇതുപോലെ കടം മേടിച്ച എന്റെ വീടിന്റെ ആവശ്യങ്ങളോ തലമുറയുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി എന്നത് സ്പഷ്ടമാണ്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ കൊടുക്കാം എന്നൊരു വാക്കുണ്ടായിരുന്നു. ആ വാക്ക് പൂർത്തിയാക്കുന്നതിന് മുൻപ്, ആ വാക്ക് നിവർത്തിക്കുന്നതിന് മുൻപ് ഈ മനുഷ്യൻ ലോകം വിട്ട കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കാം, ഇന്ന കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയാം, താനാണ് ആ കാശ് മേടിച്ചതെങ്കിലും ആ കാശ് തൻ മാത്രമല്ല തൻ്റെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ചതായതുകൊണ്ട് ആ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതിനെ ആർക്കാ? തൻ്റെ കുടുംബത്തിനും തലമുറകൾക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങൾ ചിലത് കഴിഞ്ഞോ, ഈ മരണം ആ വീട്ടിൽ നടന്നത് കഴിഞ്ഞപ്പോൾ കടക്കാർ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇനിയിപ്പോ എങ്ങനെ ആ സ്ത്രീ ഞങ്ങളുടെ കടം വീട്ടുന്നേ? 2 കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, തലമുറ
തലമുറകൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരായിട്ടില്ല, എങ്ങനെ ഈ കടം വീട്ടും എന്ന ചിന്ത ഇവരുടെ അകത്തിങ്ങനെ വെളിപ്പെടുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, കടക്കാർ ഓടി വന്ന ഈ വീട്ടുവാതിക്കൽ വന്ന് വാതിൽ മുട്ടി. സഹോദരി അവൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മനസ്സിലായി കാശ് കൊടുക്കാനുള്ളവരാ. ഒന്ന് ചിന്തിച്ചു നോക്കാം, ഈ കാശ് കൊടുക്കേണ്ട സമയം ആമേൻ അത് ആയി എന്ന് ഈ കടക്കാര് പറയുമ്പോൾ സഹോദരി പറഞ്ഞു, ഇന്ന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പലപ്പോഴും നമുക്ക് ആമേൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്നാന്നറിയാമോ? ഒരവധി പറഞ്ഞ് നീട്ടിവെക്കും. അങ്ങനല്ലേ? ഒരവധി പറഞ്ഞ് നീട്ടിവെക്കുക. ഈ മാസമില്ല, അടുത്ത മാസം ആകട്ടെ. ഇങ്ങനെ പല അവധികൾ പറഞ്ഞ നമ്മൾ പലതും നീട്ടിവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, പേടിക്കാനൊന്നുമില്ല. ആമേൻ ചിലതൊക്കെ പ്രതീക്ഷകളുടെ വഴിയാണ്, പ്രതീക്ഷകളുടെ വാക്കുകളാണ് ഈ അവധിയിൽ നമ്മൾ പറയുന്നത്, അല്ലേ? ആമേൻ ചില പ്രതീക്ഷ, അടുത്ത മാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷ, ആമേൻ അടുത്ത മാസം ദൈവം എന്തെങ്കിലും ചെയ്യും, വഴി തുറക്കും, ഓപ്പൺ ആകും എന്ന പ്രതീക്ഷ. ആമേൻ. എന്നാൽ ഞാൻ പറയുന്നത് ഇതുപോലെ പ്രതീക്ഷയുടെ വാക്കുകൾ പലതും പല ദിവസങ്ങളും ഈ സഹോദരി അവരോട് പറഞ്ഞു. അവസാനം കടക്കാർക്ക് മനസ്സിലായി പ്രതീക്ഷയുടെ വാക്ക് മാത്രമേ ഉള്ളൂ, അവർക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. അവർക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. ഇങ്ങനെ തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ സഹോദരി അവൻ ഇനി അവധി പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് മനസ്സിലായി, അല്ലേ? ചിലരൊക്കെ അവധി പറഞ്ഞിട്ട് അവൻ പറ്റാതെ വരുമ്പോൾ എന്നാ ചെയ്യുന്നേ? അവര് കിട്ടിയ സാധനത്തെ എടുത്ത് വിൽക്കും, അല്ലെങ്കിൽ അവൻ പ്രമാണമാണെങ്കിൽ എന്നെ ലേലം വിളിക്കും, അവൻ അല്ലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ കാര്യങ്ങൾ അവരായിട്ട് നിയമ നടപടികൾ ചെയ്യാം. അപ്പൊ ഈ കടബാധ്യതയില് മുങ്ങിത്താണ് നിൽക്കുന്ന കുടുംബത്തിന്റെ അടുക്കൽ ഈ കടക്കാര് വന്നേച്ചു പറഞ്ഞ അവൻ അവസാനമായി കൊടുത്തൊരു വാക്കിങ്ങനാണ്, നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഞങ്ങളുടെ കടം വീട്ടാൻ പറ്റത്തില്ല, പിന്നെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, തരേണ്ട കാശിന് പകരമായി നിന്റെ 2 മക്കളെയും ഞാൻ അടിമകളായി പിടിക്കാൻ പോവുകയാണ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. എന്തായി പിടിക്കാൻ പോവുകയാണ്? അടിമകളായി. ശ്രദ്ധിക്കണം, ആമേൻ. ആ ഒരു വാക്ക് വളരെ പ്രധാനമാണ്. അടിമകളായി പിടിക്കാൻ പോയ സഹോദരി ഞെട്ടിപ്പോയി. ആമേൻ. താൻ പ്രാർത്ഥിക്കുന്നത്, ആമേൻ, താൻ ആരാധിക്കുന്നത് ദൈവത്തെയാണ്. ഏത് ദൈവത്തെ? അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവത്തെ. എന്നാൽ തന്റെ തലമുറകളെ അടുത്തൊരു പ്രിയപ്പെട്ടവർ കടന്നു വന്നിച്ചു പറയുക, ഞാൻ നിന്റെ തലമുറകളെ അടിമയാക്കാൻ പോവുകയാ. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവരോടായി ഞാനൊരു ദൂത് പ്രാരംഭ സമയത്തിൽ പറയാ, പലതിനും അടിമപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ മക്കൾക്കും തലമുറകൾക്കും വിരോധമായി സാത്താൻ തല ഉയർത്തി അവൻ വെല്ലുവിളിക്കുമ്പോ മറക്കണ്ട, ഇന്നലകളിൽ 1 or 2 അല്ല 20 ലക്ഷത്തിലധികം വരുന്നവന്റെ അടിമനുഖത്തെ തകർത്ത് പൊട്ടിച്ച് ജനത്തെ സ്വതന്ത്രമാക്കിയവനാണ് നിന്റെ ദൈവമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ശക്തിയിൽ അടിമപ്പെടുവാൻ സ്വർഗം നിന്റെ തലമുറയെ അനുവദിക്കത്തില്ല. ഇന്ന് പകലിൽ ചില ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചെയ്യാൻ താല്പര്യപ്പെടുകയാ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ശക്തമായി ജനത്തോട് പറയുവാണ്, ആമേൻ. അടിമകളാക്കാൻ വന്ന് നിൽക്കുമ്പോൾ ഈ സഹോദരി വിളിക്കുന്ന ദൈവം ആരെയാ? അടിമത്തത്തിൽ നിന്ന് ജനത്തെ സ്വാതന്ത്ര്യമാക്കിയ ദൈവത്തെ. അടിമത്വത്തിൽ നിന്ന് ജനത്തെ സ്വാതന്ത്ര്യമാക്കിയ ദൈവത്തെ. ഹല്ലേലൂയ. ആമേൻ. ഈ സഹോദരി സഹോദരിയോട് ഈ കടക്കാരി വന്നിട്ട് പറഞ്ഞ ഓപ്ഷൻ ഇതാണ്, 2 പിള്ളേരെ ഞാൻ വിലക്കെടുക്കാൻ പോവാ, നീ ഇനി കടം വീട്ടണ്ട. ഇങ്ങനെ പറയുമ്പോൾ ഈ സഹോദരിയുടെ ഹൃദയം തകർന്നുപോയി. കാരണം ഇനിയുള്ള ഏക പ്രതീക്ഷ എന്റെ മക്കളിലാണ്. ഇവർ വളർന്നിട്ട് വേണം അപ്പൻ ബാക്കി വെച്ച കടം വീട്ടാൻ, ഇവർ വളർന്നിട്ട് വേണം ആ വീടൊന്ന് പണിയാൻ, ഇവർ വളർന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. തകർന്ന ഇടത്ത് എന്തെങ്കിലുമൊക്കെ പണിയണമെങ്കിൽ ഈ തലമുറകൾ തല ഉയർത്തണം. ഇന്ന് പകലിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് തലമുറകളെ വേട്ടയാടുന്ന, കുടുംബത്തെ വേട്ടയാടുന്ന, കുടുംബനാഥനെ വേട്ടയാടിയ, കൂടപ്പിറപ്പിനെ വേട്ടയാടിയ, ഭർത്താവിനെ വേട്ടയാടിയ, ഭാര്യയെ വേട്ടയാടിയ ഏതെങ്കിലും അടിമനുഖങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ തകർക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഹോളിനകത്ത് ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ആ ദൈവത്തിന്റെ ശക്തി ഒരു അഗ്നി
വൈശസിയ റിവൽ കമന ഘടക ശന്തൽ പ്രൗഢിമിനി ഘടകസി അത്യുന റഗൽ കമന ഘടക ശന്തൽ പ്രൗഢിമിനി ഘടകസി. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മാ പറയുന്നു, ചിലത് ഇന്ന് പകൽക്കാല ഇതിനകത്ത് വിടിവിക്കപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാ പറയുന്നു, ചിലത് വിടിവിക്കപ്പെടാൻ പോവുകയാണ്. ഈ തലമുറകൾ പിടിക്കപ്പെടാൻ പോവുകയാണ്, അടിമകളാകാൻ പോവുകയാണ്. ഈ സഹോദരി എന്നാ ചെയ്യുന്നറിയാമോ? തലമുറകൾ പിടിക്കപ്പെടാൻ പോകുന്നു അറിഞ്ഞപ്പോ തലമുറയെ വിട്ടുകൊടുത്തിട്ട് സഹോദരി രക്ഷപ്പെട്ടില്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തും പറയുക, ചിലർ പിടിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോ വിട്ടുകൊടുത്തിട്ട് തിരിഞ്ഞോടുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. അവൻ പിടിക്കാൻ നിൽക്കുന്നവന്റെ കയ്യെ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ഓടുന്ന ഒരു ജനറേഷനെ ഈ തലമുറയിൽ ദൈവം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവനുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഒരു ദൈവ പ്രവൃത്തി ചിലതിന് വേണ്ടി വെളിപ്പെടുവാൻ പോവുകയാണ്. പരിശുദ്ധന്മാ പറയുന്നു, അങ്ങനെ നാശത്തിലേക്ക് പോകുന്നവന്റെ കയ്യെ പിടിച്ച ദൈവത്തിന്റെ പക്കലോളം ഒന്ന് ഓടിയെത്താൻ നിനക്ക് കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ചില വിടുതൽ, ചില ഡെലിവറൻസ്, ചില സാക്ഷ്യങ്ങൾ നിന്റെ മുൻപിൽ വെളിപ്പെടാൻ സമയം. വൈശസ്യ റിവൽ കമന ഘടക ശന്തൽ പ്രൗഢിമിനി ഘടക രക്ഷസ് കമന ഘടകസി. ഹല്ലേലൂയ. ചിലത് വെളിപ്പെടാൻ സമയമായി. എന്താ ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഈ സഹോദരി എന്ത് ചെയ്തു? വിട്ടുകൊടുത്തില്ല തലമുറകളെ. താൻ രക്ഷപ്പെടുമെന്ന് കരുതി തന്റെ തലമുറകളെ വിട്ടുകൊടുത്തില്ല. അവൻ പോയാൽ എനിക്കെന്തെന്ന് ഈ സഹോദരി ചിന്തിച്ചില്ല. ഇന്ന് പകൽക്കാല എന്റെ ഭാഷയിൽ ഇങ്ങനെ പറയും, ആത്മഭാരമുള്ള ഒരു സ്ത്രീ ആത്മഭാരത്തോടെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇന്ന് പകലിൽ പൈശാചിക നിന്റെ കുടുംബത്തിന്മേൽ വെല്ലുവിളിക്കുമ്പോ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്ന് അവൻ പറയാം. നിനക്ക് ഹൃദയം കൊണ്ട് കഴിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് നിന്നോടൊരു മറുപടി പറയാനുണ്ട്. ചിലതിനെ തിരിച്ചു പിടിക്കാൻ നിന്റെ ഈ ധൈര്യം കൊണ്ട് സ്വർഗം സഹായിക്കാൻ പോവുക. ചിലതിനെ തിരിച്ചു പിടിക്കാൻ ഇന്ന് പകലിൽ നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം കൊണ്ട് Vaishasya rival kavanagadagasy. Fire of God in mighty presence of Jesus. Rakshas Katharia rival proudi vinigadaga regal kavanagadagasy. Vaishasya rival lahamasya in the pagalil adaiva sanithyate in the nagatte parishuddhatmava nerakkate chilada vidikkapedan povugaya. Oh Rabba Sandal Kamanagadaga Shandarathiana Vaishas Proudi Vinigadaga Regal Kamanagadagasy Haradika Goka Daivatmava in the Raitrikala V Vaika Samayata or a Pravadana Shabda Bolabarino Nindabel Katakuna Daiva Shakti Ave Satan Walikun Siladine Walichadata Krumayuda Yagataka Nuruta. Yes. What a Tian. Kadada Fire of God. Sharatara Barakabasiya Achas Proudi Vinigadagasy Cerebral Akini Velipada Boa Akini Velipada Boa Yanda Tiribati Nalil Indebel Kadaka Daiva Yoga Puratu Varem Indebel Kadaka Daiva Yoga Puratu Varem come on Puratu Varem Vishwasik in the knee Children the Kaika Vidicha Adimatunna Swada Rebaka. Yes. Shara Thara Basikenia Rimal Kavanagadaga Shandal Kavanagadagasy Vaishas Proudi Vinigadaga Regal Kavanagadagasy Check my Parishadan Vavarino Chenadine Kaiku Vidicha Swadandratilike Nadatan Kaiku Vidicha Swadandratilike Nadatan Haradaka Deivatma Shakama Idabadino Habe Ingana one of the Walla Poganalla Nenda Kudambatinagata Satan Adivatyam Macha Avan Walichondu Vogan Nikina Avan Nadir in the Porateko Kadatikund നിൽക്കുന്ന ചില തലമുറകളെ നിന്റെ കൈ കൊണ്ട് തന്നെ ആത്മാവ് ശക്തമായി പറയുന്നു നിന്റെ കൈ കൊണ്ട് തന്നെ തിരിച്ചു പിടിച്ച നിന്റെ കുടുംബത്തിനകത്ത് തല ഉയർത്തി നിർത്താൻ ഇന്ന് പകലിൽ ദൈവം നിനക്കൊരു ഫലത്തെ Rakshas Kavanagadagasy ആ മാതാവിന് ബലം നൽകിയതുപോലെ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന സഹോദരിമാരെ ഒരു ബലം പരിശുദ്ധാത്മാവ് നിനക്ക് കൈമാറട്ടെ. Vaishasya rival Kavanagadaga Shandal Proudi Vinigadaga Ragamthana Rival Proud Rakshas Kavanagadagasy. Yes.
ആത്മാവ് ശക്തമായിട്ട് ഇന്ന് പകൽ പറയുന്നു, ചിലതിനെ തിരിച്ചു പിടിക്കാൻ, ചിലതിനെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. പിശാച് വാദിക്കുന്ന ചിലത്, സാത്താൻ വെല്ലുവിളിക്കുന്ന ചിലത് നിന്റെ കൈ കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ കർത്താവ് നിനക്ക് അതോറിറ്റി തരാൻ പോവുകയാണ്. In mighty name of Jesus, ഒരു അതോറിറ്റിയെ പരിശുദ്ധാത്മാവ് ചില കരങ്ങൾക്ക് നൽകും. ഒന്നുകൂടെ ഞാൻ കൈമാറുന്നു. ആ അതോറിറ്റി ഉള്ളവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കരത്തിൽ ഈ അതോറിറ്റി തരുന്നുണ്ട്. പിശാച് പലതിനും കൊണ്ടുപോകാത്തതെന്ന് ഇന്ന് പകലിൽ അത്ഭുത ശക്തമായി നിന്നോട് കൈമാറുന്നു. തൊടുക. ദൈവശക്തിയുടെ വലിയ പകർച്ച ഇപ്പോൾ നിന്റെ മേൽ അതിശക്തമായി. സ്വർഗം എന്ന് പകൽ ചിലതിനോട് പറയുന്നു, നിന്റെ കരത്തിൽ കർത്താവ് തന്നിരിക്കുന്ന അധികാരം ചെറുതല്ല. പിശാച് വലിച്ചിട്ടും ചിലത് പോകാത്തത് നിന്റെ പ്രാർത്ഥനയുടെ പിടിയിൽ നിൽക്കുന്നതുകൊണ്ട്, നീ ദൈവ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുന്നത് കൊണ്ട് സ്വർഗം പറയുന്നു, അവൻ വലിച്ചിട്ടും ചിലതിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആടിമത്വത്തിലേക്ക് പെക്കൊണ്ടിരിക്കുന്ന ചിലതിനെ ആടിമത്വത്തിലേക്ക് വിടാതെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു അതോറിറ്റിയെ ചിലർക്ക് വേണ്ടി കൊടുക്കുക. വിശ്വസിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, അവൻ അടിമപ്പെടുത്താൻ നിൽക്കുമ്പോൾ നിന്നെ സ്വർഗം സ്വതന്ത്രമാക്കാൻ നിർത്തുവാണ്. അവൻ അടിമപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ നിന്നെ ദൈവം സ്വാതന്ത്ര്യമാക്കാൻ വേണ്ടി നിർത്തുവാണ്. കാരണം നിന്റെ കഴിവല്ല, ഇത് സർവശക്തൻ നിനക്ക് തരുന്ന ഫലമാണ്. ആമേൻ. ശന്തൽ പ്രൗഢിബിരി കണ്ടക രാക്ഷസ്കമന കണ്ടക ശന്തൽ പ്രൗഢമന കണ്ടക. ഹല്ലേലൂയ. അകരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയയോടെ പറഞ്ഞേ, ശക്തിയോടെ ഒരു ഹല്ലേലൂയ കൂടെ. ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പെട്ടെന്ന് പറഞ്ഞോട്ടെ. ഈ പ്രിയ സഹോദരി രണ്ടു കുഞ്ഞുങ്ങളെയും വലിച്ചെടുത്തോണ്ട് എങ്ങോട്ട് പോയേ? കടക്കാരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തില്ല. അവർ പറഞ്ഞ ഓപ്ഷനിൽ അഗ്രി ചെയ്തില്ല. അവർ പറഞ്ഞ കാര്യത്തിൽ അഗ്രി ചെയ്തില്ല. ചിലതൊക്കെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവ സന്നിധിയിൽ നിൽക്കുന്നവരോട് ഞാൻ പറയാം, ലോകം പറയുന്നതിൽ അഗ്രി ചെയ്യരുത്. ലോകം പറയുന്നതിൽ നിങ്ങൾ ഒപ്പുവയ്ക്കരുത്. പിന്നെ എന്നാ ചെയ്യണം? പറ, കർത്താവ് എനിക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം എനിക്ക് വേണ്ടി ചിലത് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ശനിയാഴ്ചയിൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. ഇതുവരെ നീ കാണാത്ത ചിലത്, പിശാചിനോട് എഗ്രി ചെയ്യാത്ത, ലോകത്തിന്റെ അതോറിറ്റിയോട് എഗ്രി ചെയ്യാത്ത നിനക്ക് വേണ്ടി സ്വർഗ്ഗം ചിലത് തുറക്കട്ടെ. യെസ് യെസ് യെസ്. Fire of God. Shara thara thara basi. Rival kamanagadaga shandarathiana. Andal kamanagadaga shaida proudi vinigadagasi. Abdina regal kamanagadaga shandal kamanagadagassi. യേശുവിന്റെ നാമത്തിൽ ജയ. ആമേൻ ആമേൻ ആമേൻ. റീമാൻ അന്തൽ kamanagadaga shaidal proudi vinigadaga rakshas kamanagadagassi anthana. Holy Spirit. ദിവസങ്ങളിൽ ചില സാധാന്യ മണ്ഡലങ്ങളും പൈശാചിക ആധിപത്യങ്ങളും വീട്ടുവാതിൽക്കും നിൽക്കുമ്പോൾ എഗ്രി ചെയ്യാതെ നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ കർത്താവ് പറയുന്നു, അവൻ പിടിച്ച ചിലതിനൊക്കെ നീ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. നീ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങൾ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. കർത്താവിന്റെ അതോറിറ്റി അങ്ങനെയാണ്. ആമേൻ. അവൻ വലിച്ചതിനെ നീ തിരിച്ചു പിടിച്ച് ദൈവരാജ്യത്തിന്റെ അകത്ത് കയറ്റാനുള്ള ഒരു കരുത്ത പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് മറക്കണ്ട, ഇന്ന് പകലിൽ അങ്ങനെ പിടിക്കുന്ന ചിലതിന് തിരിച്ചു പിടിക്കാൻ. തിരിച്ചു പിടിക്കാൻ.
Glory to Jesus. Hallelujah. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ സഹോദരി 2 കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നേരെ കടക്കാരുടെ മുമ്പിൽ എഗ്രി ചെയ്തില്ല, മറിച്ച് അടുക്കള വാതിൽ വഴി ഇറങ്ങി നേരെ ഒറ്റ ഓട്ടോ ഓടി. എങ്ങോട്ടോ ഓടിയെന്നറിയാമോ? ബന്ധു വീട്ടിലേക്കല്ല, പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്കല്ല, പിന്നെ തന്റെ വീട്ടിലേക്കുമല്ല. ഓടിയത് പ്രവാചകന്റെ കൂടാരത്തിലേക്കാ. എന്തിനോടി? വീട്ടിൽ പോയാൽ അപ്പനൊന്നും കൊടുക്കത്തില്ലേ? ചിലപ്പോ കൊടുക്കുമായിരിക്കും. അമ്മായിയപ്പന്റെ വീട്ടിൽ പോയി, ഭർത്താവിന്റെ വീട്ടിൽ പോയി എന്തെങ്കിലും കൊടുത്തില്ലേ? ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. ബന്ധു വീട്ടിലോ കൂട്ടുകാരുടെ വീട്ടിൽ പോയി കൊടുക്കത്തില്ലേ? കൊടുക്കുമായിരിക്കും. എന്റെ ഭാഷയിൽ ഞാൻ പറയാം, അവിടെ പോയാൽ ഒരു ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുള്ള പൈസ കിട്ടും. ആമേൻ. കുടിശ്ശിക തീർക്കാനുള്ള പൈസ ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ പലിശ കൊടുക്കാനുള്ള പൈസ ചിലപ്പോൾ കിട്ടും. പക്ഷേ സഹോദരിക്ക് ആവശ്യം അതല്ല. ഈ മാസം ഈ ഇൻസ്റ്റാൾമെന്റ് നടത്തിയാൽ അടുത്ത മാസം ഞാൻ പിന്നെ ഓടണ്ടേ? സഹോദരി തീരുമാനിച്ചു, ശാശ്വതമായൊരു വിടുതൽ എനിക്ക് കിട്ടിയേ പറ്റൂ. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്താരോടൊക്കെ സംസാരിക്കുകയാണ്. ലോകത്തിൽ നോക്കിയാൽ ഇന്നത്തേക്കുള്ളത് കിട്ടും, ദൈവത്തിന്റെ മുഖത്ത് നോക്കിയാൽ എന്നേക്കുമായ ചില വാസ്തവമായ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങള് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി നൽകുവാൻ, തുറക്കുവാൻ അവൻ ശക്തനായ ദൈവം. Yes, the holy power of Jesus. ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, ഈ സഹോദരി ഓടിയത് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക്. ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക്, ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഓടിയിട്ട് എന്താ ചെയ്തേ? ചെന്ന് പ്രവാചകന്റെ മുമ്പിൽ വീണച്ചു പറഞ്ഞു, പ്രവാചകനെ, എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, എന്റെ ജീവിതം വളരെ പരിതാപകരമാണ്. ഞാൻ വീടിനകത്തേക്ക് നോക്കി. എന്താ സഹോദരിയുടെ വിഷയങ്ങൾ? 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ നോക്കുമ്പോൾ കണ്ടത്. ഒന്ന്, ആ സഹോദരിക്ക് നിൽക്കാൻ പറ്റാത്ത കടബാധ്യതയുണ്ട്. ആമേൻ. 2, ആ വീടിനകത്ത് ശൂന്യതയാണ്. എല്ലാ പാത്രങ്ങളും ശൂന്യമായിരിക്കുന്നെന്ന് ആ സഹോദരി തുറന്നു പറയുന്നു. അതിന്റെ അർത്ഥം വീടിനകത്ത് ശൂന്യത തളം കെട്ടി കിടക്കുവാണ്. 3ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തലമുറകൾ അടിമകളാകാൻ പോവുകയാണ്. കരങ്ങളെ ഉയർത്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിത് ഈ മെസ്സേജ് ഇവിടെ എടുക്കുമ്പോൾ 3 മേഖലകളിൽ ചില ഡെലിവറൻസുകൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നൽകും. ആമേൻ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. 1ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആമേൻ, തല ഉയർത്താൻ പറ്റാത്ത കടബാധ്യതയുടെ വിഷയങ്ങൾ. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുക. ഈ മാർച്ച് മാസം തല വെക്കാൻ പറ്റാത്ത പല വിഷയങ്ങൾ പലർക്കും ഉണ്ട്. കർത്താവ് നിങ്ങളുടെ തലയെ ഉയർത്തി നിർത്തട്ടെ. ആമേൻ. 2ാമത്തെ പ്രോബ്ലം, ആ വീടിനകത്ത് മൊത്തം ശൂന്യതയാണ്. ബാങ്കിലെ അക്കൗണ്ട് 0 ബാലൻസ്, വീട്ടിലെ കലം 0 ബാലൻസ്, ഭരണി 0 ബാലൻസ്. സത്യം പറഞ്ഞാൽ കലവറയ്ക്കകത്ത് ധാന്യങ്ങളില്ല, എല്ലാം 0 ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനകത്തും വിടുതൽ വെളിപ്പെടാൻ സമയമായി. 3ാമത്തെ പ്രശ്നം, ആമേൻ, തലമുറകൾ അടിമത്തത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അടിമമുഖം ആ തലമുറകളുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അടിമകളാക്കാൻ വേണ്ടി ഒരിക്കലും സ്വാതന്ത്ര്യം പ്രാപിക്കത്തില്ല, ഒരിക്കലും തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നടക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ വെല്ലുവിളിച്ച് നിൽക്കുന്ന, ആമേൻ, അനുവദിക്കത്തില്ല, നിങ്ങളുടെ സന്തോഷത്തിലേക്ക് നിങ്ങളെ വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില അടിമമുഖങ്ങൾ ഇന്ന് പകലിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അവൻ വിട്ടു മാറുവാൻ പോകുകയാണ്. യേശു ഇന്ന് പകൽക്കാലം ആ വിഷയങ്ങളുടെ മേൽ ഒരു ഡെലിവറൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമം ചെയ്യാം, യേശുവിന്റെ നാമം ചെയ്യാം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകലിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാം. Holy Spirit, ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എന്താ ഈ ഭാഗത്ത് പറഞ്ഞ 3 കാര്യങ്ങൾ? ഒന്നുകൂടെ ഞാൻ ഓരോന്നായി നിങ്ങളോട് പെട്ടെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. 1, തല
തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ബാധ്യതകൾ, അല്ലെ? ഒരുപാട് ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആമേൻ. പല ബാധ്യതകളും നമ്മുടെ സമൂഹത്തിന്റെ നടുവിൽ നമ്മുടെ തല കുനിക്കുമാറാക്കും. ആമേൻ. പല ബാധ്യതകൾ കാരണം നമ്മൾ ചിലപ്പോ ആമേൻ നമ്മളെന്നല്ല പലരും മരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നാ കാര്യം? കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് പലരും മരണം വരിച്ചതായി പത്രങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബാധ്യതകൾ ഉള്ളവർ ഇതിനകത്ത് ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാ, അതിന്റെ നടുവിലും നിങ്ങളുടെ തലയെ ഉയർത്തി നിർത്തുക. ചില ബാധ്യതകൾക്ക് പരിഹാരത്തെ അല്ലെങ്കിൽ സൊല്യൂഷനെ തരുവാൻ കഴിയുന്ന ഒരു സർവശക്തൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഹോളിനകത്ത് വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ മകത്ത് ഈ പകലിൽ ചലിക്കട്ടെ. ഒരു പ്രവാചക ശിഷ്യന്റെ വീട്ടിനകത്ത് ഇത്രയും ബാധ്യത വരാമോ? ഒരു പ്രവാചക ശിഷ്യന്റെ ഭവനത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാമോ? ഒരു പ്രവാചക ശിഷ്യന്റെ വീട്ടിനകത്ത് ഇങ്ങനെ ശൂന്യത വരാമോ? ചോദ്യം ആവർത്തിക്കുന്നു. അവൻ ഇങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, വന്നതല്ല, വരുത്തിയതാണ്. ചില സാഹചര്യങ്ങളെ പിശാചി ക്രിയേറ്റ് ചെയ്യുവാണ്. എന്തിന്? നീ പ്രവാചക ശിഷ്യന്റെ സ്ഥാനത്ത് നിന്നും നീ തലകീഴായി താഴെ പോണം. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നീ വീഴണം. നിന്റെ വിശ്വാസത്തിൽ നിന്ന് നീ താഴെ ഇറങ്ങണം. ഇന്ന് പകൽ ചിലതിനെ നിങ്ങളുടെ മുമ്പിൽ സാത്താൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ നോക്കി പറയുന്നു, ആ സന്ദർഭത്തിലും എന്റെ പാദപീഠത്തിൽ നിന്ന് കയറി വരാൻ കഴിയുമെങ്കിൽ ദൈവാത്മാവ് പറയുക, നിന്നെ ദണ്ഡിപ്പിക്കാൻ വന്ന ചിലതിനെ നീ തന്നെ ജയിക്കുന്ന ഫലങ്ങൾ, ചില സൊല്യൂഷന് നിന്റെ വീട്ടിനകത്ത് തന്നെ വെളിപ്പെടുത്തുന്ന ചില ദൈവ പ്രവർത്തികൾ. പരിശുദ്ധന്മാർ പറയുന്നു, ചില സൊല്യൂഷന് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ദൈവാത്മാവ് ശക്തമായിട്ട് ഈ പകൽ പറയുന്ന സൊല്യൂഷൻ ഇല്ലാത്ത ചില ബാധ്യതകൾക്ക് കർത്താവ് സൊല്യൂഷൻ തരാൻ പോവുക. സൊല്യൂഷൻ ഇല്ലാത്ത ചില ബാധ്യതകൾക്ക് കർത്താവ് സൊല്യൂഷൻ തരാൻ പോവുകയാണ്. ബാധ്യതകളുള്ളവർ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ബാധ്യതകൾക്ക് കർത്താവ് പരിഹാരം തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ശൂന്യതയാണ്. എന്തുവാണ്? ശൂന്യത. എന്താ ഈ ശൂന്യത എന്ന് പറയുന്നത്? ആമേൻ. അകത്ത് വീടുണ്ട് സത്യം, പക്ഷെ വീട്ടിനകത്ത് മൊത്തം ശൂന്യതയാണ്. ചിലരെങ്ങനെയാണ്? കാഴ്ചയ്ക്ക് നമ്മളെല്ലാം ഡീസന്റ് ആണ്, പക്ഷേ ഫേസ് ശൂന്യമാണ്, വീട് ശൂന്യമാണ്, അടുക്കള ശൂന്യമാണ്, എല്ലാം ശൂന്യമാണ്. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവരോട് പറയുന്നു, കാഴ്ചയ്ക്കൊരു വീടുണ്ട്, 2 മക്കളുണ്ട്, താനുണ്ട്, പക്ഷേ വീട്ടിനകം മൊത്തം ശൂന്യം. ഇന്ന് വൈകിയ സമയം പരിശുദ്ധാത്മാവരോടൊക്കെ സംസാരിക്കുന്നു. നിന്റെ അവസ്ഥ കാണുമ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിലും നിന്റെ അകത്തളം ശൂന്യമായിരിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. ഇന്ന് പകലിൽ ശൂന്യതകളെ പരിഹരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ശൂന്യതകളെ ആമേൻ നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ ഈ പകൽ സ്വർഗം നിങ്ങളുടെ മേൽ പകരട്ടെ. വൈശസിയ റിവൽകമന വൈഡൽ പ്രൗഢിമിനികടക രക്ഷസ്കമന വൈശസിയ റിവ ലഹമസിയധന. ഹല്ലേലൂയ. ശൂന്യതകളെ പരിഹരിക്കുന്ന ഒരു ദൈവം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, വീടിനകത്ത് മൊത്തം ശൂന്യത. മൂന്നാമത്തെ വിഷയം കർത്താവ് പറയുവാണ്, ആ വീട്ടിലെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് അടിമനുഖമാണ്. എന്താണ് അടിമനുഖം? ഒരു ഇന്നത്തെ കാലം പോലല്ല, അന്നത്തെ കാലഘട്ടത്തെ അടിമ കച്ചവടം നിലനിന്നിരുന്നു. മനുഷ്യനെ അടിമകളാക്കി പിടിച്ചോണ്ടുപോകും, വിൽക്കും. അവന്റെ ജീവിതകാലത്ത് പിന്നെ അവന് ജോലി ചെയ്ത ശമ്പളം കിട്ടത്തില്ല, കാരണം അവൻ അടിമയാണ്. അവനുള്ള കാശ് നേരത്തെ അവനെ വിറ്റ വ്യക്തിക്ക് ഈ യജമാനൻ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ അടിമയെ പോലെ, അവനെ മേടിക്കുന്ന യജമാനൻ എന്ത് പറഞ്ഞാലും അവനത് ചെയ്യാന്ന ഒരു അടിമയെ പോലെ അവൻ ജീവിക്കണം.
അവന് യജമാനനേക്കാൾ കരുത്ത് കാണും, യജമാനനേക്കാൾ ആരോഗ്യം കാണും, യജമാനനേക്കാൾ ഉയരം കാണും, യജമാനനേക്കാൾ യൗവനക്കാരനായിരിക്കാം. എങ്കിലും യജമാനൻ അവനെ അടിമയാക്കിയാൽ അവന്റെ യൗവനം കൊണ്ടോ അവന്റെ കരുത്ത് കൊണ്ടോ അവന്റെ ശക്തി കൊണ്ടോ അവന്റെ കഴിവ് കൊണ്ടോ അവന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതാണ് ഒരടിമെന്ന് തോന്നുന്നു പറയുന്നത്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. കാളയുടെ പുറത്ത് കാള വണ്ടിയുടെ മുഖമെടുത്ത് വയ്ക്കുന്നത് അറിയാലോ. ഇച്ചിരി പോന്ന ഒരു കാളവണ്ടിക്കാരൻ, ആമേൻ, ചിലപ്പോ വൃദ്ധനായിരിക്കാം. യൗവനക്കാരൊന്നും ചിലപ്പോ അതിന്റെ പുറത്ത് കയറുകയല്ല. വൃദ്ധനായിരിക്കാം. കയ്യിലൊരു ചാട്ടയും കൊണ്ട് ഈ വണ്ടിയുടെ മുഖമെടുത്ത കാളയുടെ പുറത്തു വച്ച് കഴിഞ്ഞാൽ, ആമേൻ, ഇദ്ദേഹത്തെക്കാൾ എത്രയോ ആരോഗ്യമുള്ള കാളയെ അദ്ദേഹം പറയുന്നത് പോലെ ഈ കാളയെ നടത്തും. എന്ന കാര്യം ഒരൊറ്റ മുഖം മതി എത്ര കരുത്തുറ്റവനെയും അവിടെ ഇരുത്താൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ ഈ മുഖമെന്ന് പറയുന്നത് നിന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും നിന്റെ കഴിവിനെയും സാത്താൻ തന്റെ മുഖം വെച്ച് എവിടേക്കോ ഒതുക്കാൻ ശ്രമിക്കുമ്പോ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മുഖത്തിന്റെ അണിക്കയറുകളെ പൊട്ടിക്കേണ്ട ഒരു അതോറിറ്റി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെളിപ്പെടുത്ത ചില സാധാന്യ മുഖങ്ങൾ ഈ ദിവസം അടിയപ്പെടും. വൈശസ് പ്രൗഢിമിനി ഘടക രക്ഷസ് കമന ഘടക ശന്തൽ കമന ഘടക ഷൈഡ പ്രൗഢിമിനി ഘടക രഗംധന റീമ ലബസി അഥേനിയ. ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. അല്ലേ? എന്നാ ദൈവം പറഞ്ഞേ ആമേൻ. 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒറ്റ വാക്കിലൊന്ന് പറഞ്ഞോട്ടെ. 1, ആ വീട്ടിനകത്തെ കടബാധ്യത. 2, വീട്ടിനകത്ത് ശൂന്യത. 3, വീട്ടിലെ തലമുറകൾ ആമേൻ അടിമകളാകാൻ പോവുകയാണ്. ഈ സഹോദരൻ ചോദിച്ചു, ആരാ ഈ വിഷയങ്ങളിൽ നിന്ന് രക്ഷിക്കും? സ്വന്തമായി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നേരെ പോയതവിടെ പ്രവാചകന്റെ അടുക്കലേക്ക്. പ്രവാചകന്റെ അടുക്കലേക്ക് പോകുമ്പോൾ പ്രവാചകൻ ചോദിച്ച ചോദ്യം ഇതാണ്, ആമേൻ, നിന്റെ വീട്ടിൽ നിനക്ക് എന്ത് ഉണ്ട്? ഒരൊറ്റ ചോദ്യം പ്രവാചകൻ ചോദിച്ചു, വീട്ടിൽ നിനക്ക് എന്തുണ്ട്? തിരിച്ച് ഈ സഹോദരി ഒരു മറുപടി എന്നാ പറഞ്ഞേ, 5 സെന്റും വീടും ഉണ്ടെന്നല്ല. നമ്മളാണെങ്കിൽ അതേ പറയൂ. ഹല്ലേലൂയ. സഹോദരി പറഞ്ഞ മറുപടി, ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്തും പറയുവാണ്, പ്രവാചക ശിഷ്യനാണ്. വീട്ടിനകത്തുനിന്ന് കിട്ടിയത് ഒരാത്മീയ മറുപടിയാണ്. എണ്ണ എന്തിനെ കുറിക്കുന്നു? പുതിയ നിയമത്തിൽ എണ്ണയുടെ വ്യാഖ്യാനം പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ആമേൻ. എണ്ണ എന്തിനെ കുറിക്കുന്നു? എണ്ണ ഹോളി സ്പിരിറ്റിനെ കുറിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഞാൻ ഇന്ന് ഈ വൈകിയ സമയത്ത് നിങ്ങളോട് പറയാം, കടബാധ്യതയാൽ മുങ്ങിത്താഴാൻ പോകുമ്പോഴും വീടിനകം മൊത്തം ശൂന്യമാകുമ്പോഴും തലമുറകൾ പിടിക്കപ്പെടാറാകുമ്പോഴും വീട്ടിനകത്ത് എണ്ണയെ സൂക്ഷിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ഈ വൈകിയ സമയം നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങളുടെ സൊല്യൂഷൻ വെളിപ്പെടുന്ന സമയമാണ്. ഈ എണ്ണ നിന്റെ കുടുംബത്തിനകത്ത് വിശ്വസിക്കുന്നവർക്ക് ചില വിടുതലുകൾ ഇന്ന് പകൽ ചെയ്യുന്ന ഒരു രാത്രി. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ ഭരണിയിലെ എണ്ണ എന്റെ കുടുംബത്തിന് വിടുതലാകാൻ പോകുക, എന്റെ കുടുംബത്തിന് വിടുതലാകാൻ പോകുക? ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ എണ്ണ ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറാൻ പോകുക. ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുക. ഇതുവരെ സൊല്യൂഷൻ ഇല്ലാത്ത ചില വിഷയങ്ങൾക്ക് ഭരണിയിലെ എണ്ണ നിനക്ക് പരിഹാരമാകാം. ഭരണിയിലെ എണ്ണ ഒരു പരിഹാരമാകാം. ആത്മാവിശക്തമായി പറയുന്നു, ഭരണിയിലെ എണ്ണ നിനക്കൊരു സൊല്യൂഷനായി മാറാൻ പോകുക. ഭരണിയിലെ എണ്ണ നിനക്കൊരു വിടുതലാകാൻ പോകുക. ഇത്രയും കഷ്ടം സഹിച്ചിട്ടും എണ്ണയെ സൂക്ഷിച്ച ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനറിയാം, നീ വിടുവിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ഇതിനകത്തിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇത്രയും പ്രതിബന്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടും, ഇത്രയും പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ടും എണ്ണയെ സൂക്ഷിച്ചു വച്ചേക്കുന്ന നിന്നോട് ഇന്ന് വൈകിയ സമയം ദൈവാത്മാവ് ദൂത് പറയുന്നു, നീ വിടുവിക്കപ്പെടാൻ സമയമായി.
ഓ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് സ്വർഗം പറയുക, എണ്ണ മതി നിന്റെ കുടുംബത്തിനകത്ത് സ്വാതന്ത്ര്യം വെളിപ്പെടാൻ. Yes, 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 yes. Receive the fire of God. Shalva rata rakabasi yantana rival kamanagadaga shandal kamanagadaga enna madi ninda pavanathinagatha chila pididal velippada. Amen. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും ഈ എണ്ണയെ സഹോദരി സൂക്ഷിച്ചല്ലോ. എല്ലാം ശൂന്യമാകുമ്പോഴും ഭരണിലെ എണ്ണ മാത്രം ശൂന്യമായിട്ടില്ല. ഒറ്റ വാക്കി ഞാൻ പറയുക, ഈ എണ്ണ ഒരു ഭൗതികമായി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട, ഭൗതികമായി നിങ്ങൾ കണക്കാക്കണ്ട. ഈ എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. 2024 എല്ലാം നഷ്ടപ്പെട്ടിട്ടും എണ്ണയെ മുറുകെ പിടിക്കുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിനക്കൊരു തിരിച്ചു വരവുണ്ടെന്ന് ഇന്നൊരു രാത്രി ഈ വചനം നിന്നോട് വിളിച്ചു പറയുക. നിനക്കൊരു തിരിച്ചു വരവുണ്ട്. അടിമമുഖം നിന്നെ കൊണ്ടുപോവുകയല്ല, അതിന്റെ മുഖത്തിനകത്ത് വീഴാൻ പോകുന്ന അടുത്ത ജനറേഷനെ കൂടെ തിരിച്ചു പിടിപ്പാൻ ഇന്ന് ഈ എണ്ണയുടെ കരുത്ത് നിന്നിൽ വെളിപ്പെടാൻ. Holy Spirit, ആരൊക്കെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, തിരിച്ചു വരവുണ്ട്. നിന്റെ കരത്തിലിരിക്കുന്ന എണ്ണ നിസാരം വെളിച്ചെണ്ണ പോലെയല്ല കേട്ടോ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന എണ്ണ ആമേൻ ഒരു പാമോലിൻ പോലെയല്ല കേട്ടോ. ദാവീദ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഞാൻ കൈമാറട്ടെ. നിന്റെ മേൽ പകർന്നിരിക്കുന്നത് സ്വർഗീയ അഭിഷേക തൈലമാണെങ്കിൽ ഇന്ന് പകലിൽ ഈ തൈലത്തിന്റെ കരുത്ത് ചിലരെ കാണാൻ പോവുക, ചിലർ അറിയാൻ പോവുക, ചില പരിഹാരങ്ങൾ വെളിപ്പെടാൻ പോവുക, ചില സൊല്യൂഷനുകൾ നിനക്ക് വെളിപ്പെടുത്താൻ ഇന്ന് പകൽ സ്വർഗം താല്പര്യപ്പെടുകയാണ്. Holy Spirit, ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും, ഇത്രയും പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും നഷ്ടങ്ങൾ വന്നിട്ടും, ഇത്രയും കഷ്ടങ്ങൾ വന്നിട്ടും എണ്ണയെ സൂക്ഷിച്ചിരിക്കുന്ന നിന്നോട് സ്വർഗം പറയുന്നത്, പേടിക്കേണ്ട ആവശ്യമില്ല. നീ തോറ്റ ഇടത്ത് തലപൊക്കാൻ സമയമായി, നീ വീണ ഇടത്ത് നീ കുടഞ്ഞെഴുന്നേൽക്കാൻ സമയമായി. ഇന്ന് പരിശുദ്ധാത്മാവിൽ ആമേൻ ഇന്ന് രാത്രി ഞാൻ സംസാരിക്കട്ടെ. തകർന്നവരെ നോക്കി സ്വർഗം പറയുന്നു, ഉടഞ്ഞവരെ നോക്കി സ്വർഗം പറയുന്നു, എഴുന്നേൽക്കാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞ വാക്കെന്നാന്നറിയാമോ? നീ വീട്ടിൽ പോ. ഞാൻ ചോദിക്കട്ടെ, പ്രവാചകന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലേ? ഉണ്ട്. പ്രവാചകന്റെ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എത്രയോ ഭക്തന്മാർ പാർക്കുന്നതും വരുന്നതും പോകുന്നതുമായ വീട് സ്ഥലമില്ലാഞ്ഞിട്ടല്ല. പ്രവാചകൻ പറഞ്ഞു, ഇതിന്റെ മറുപടി നിന്റെ വീട്ടിൽ നിന്ന് വെളിപ്പെടാൻ പോകുക. പരിശുദ്ധാത്മാവ് ഇതിനകത്തും പറയുക, നിന്റെ വീട്ടിനകത്ത് സമാധാനമോ സ്വസ്ഥതയോ ഇല്ലാതെ വീട് വിടാൻ ഒരുങ്ങുമ്പോഴാണ് അടുത്ത ദൂത, നീ നിന്റെ വീട്ടിൽ പോ, അതിനകത്തുനിന്ന് ഞാൻ ചിലത് തുറക്കാൻ പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഈ ജനതയോട് കൈമാറുകയാണ്. ഒന്നും കാണാനില്ലെന്ന് പറഞ്ഞ നിന്റെ ഭവനത്തിനകത്ത് ദൈവം ഒരു ഭരണിയുടെ അടപ്പ് തുറന്നാൽ വിശ്വസിക്കുന്നവൻ പറയും, ഓ കവിയുന്ന ആത്മസാന്നിധ്യം അതിനകത്തുനിന്ന് പുറത്തു വരും. യെസ് 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 യെസ്. Rival Kamanagadaga Shandal Proudi Minigadaga Rival Hasiantana Atina Ragachasia Rival Proudi Minigadaga Ragantade Rival Shamanagadaga Shandal Proudi Minigadaga say Eshuin the Namatil Chaya. Amen. പരിശുദ്ധന്മാർ പറയില്ല, എത്ര പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ
എത്ര പ്രതികൂലുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗം പറയുക ചില സെക്കൻഡ് കൊണ്ട് വിടുതൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരും. ആമേൻ. എവിടാ പോവാൻ പറഞ്ഞ വീട്ടിനകത്ത് കയറി വാ. നിനക്കും നിന്റെ തലമുറയ്ക്കും പാർക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ വീട്ടിനകത്ത് നീ കയറി വാ. ഇന്നാരുടെ ദൈവം ഇടപെടുകയാണ്. സ്വന്തം ഭവനം ഉണ്ടായിട്ടും അതിനകത്ത് സമാധാനത്തിൽ കിടക്കാൻ കഴിയാതെ ആമേൻ തകർന്നിരിക്കുന്ന ചിലരെ നോക്കി ദൈവം പറയുവാണ്, ഭവനത്തിനകത്ത് തന്നൊന്ന് മുട്ടുമടക്കാൻ പരിശുദ്ധാത്മാ പറയുന്നു, ഭരണിയിലെ അണ്ണ അവനൊന്ന് പുറത്തേക്ക് എടുക്കാൻ നീ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, അവൻ ഒരു ഭരണിയിലുള്ളത് വീട് മുഴുവനും നിറയ്ക്കുന്ന അടുത്ത തലങ്ങളിലേക്ക് അത് മാറാൻ തുടങ്ങിയ നിന്നെ ഇനി ഒരു അടിമ മുഖങ്ങൾ വില പറയുകയില്ല. നിന്നെ ഒരു ശക്തിയും ഇനി ബാധിക്കുകയില്ല. ഓ, വിശ്വസിക്കുന്നവനോടായി പരിശുദ്ധാത്മാ പറയുന്നു, ബാധിക്കുകയില്ല. പ്രവാചകൻ പറഞ്ഞ വാക്കല്ല, നീ പോയി കഥ കടച്ച് നീയും നിന്റെ മക്കളും അകത്തു കയറി വെറും പാത്രങ്ങളെ വെച്ച് ഒരു ഭരണിയല്ലേ ഉള്ളൂ, അതിനെ തുറന്നു വെച്ച് നീയും നിന്റെ മക്കളും വാതിലടച്ച് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്ക് കഴിയാത്തൊരു സാഹചര്യങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ എങ്ങനെ പ്രാർത്ഥിക്കും? ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ എങ്ങനെ പ്രാർത്ഥിക്കും? പ്രവാചകന്റെ അവസാനത്തെ മറുപടി അതുണ്ടെങ്കിലേ നീ രക്ഷപ്പെടുകയുള്ളൂ. പ്രവാചകന്റെ അവസാനത്തെ വാക്കും അതുണ്ടെങ്കിലേ നിനക്ക് സൊല്യൂഷൻ ഉള്ളൂ. ഇന്നൊരു രാത്രിയിൽ ഞാനൊരു ദൂതായി നിങ്ങളോട് പറയുക, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുമ്പോൾ, ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്നറിയാമോ? വീട്ടിൽ പോയി നീ നിന്റെ മുറിയുടെ വാതിൽ അടയ്ക്കുക. ഇതിനകത്തും ഒരു ദൂത് പോലെ ഞാൻ പറയാം, ഒരു മുറിയുടെ വാതിൽ നീ അടച്ചാൽ, ആരടച്ചാൽ? നീ അടച്ചാൽ 9 വാതിലുകൾ വെളി തുറക്കും. അടയ്ക്കേണ്ട വാതിൽ ബെഡ്റൂമിന്റെ വാതിലല്ല, അടയ്ക്കേണ്ട വാതിൽ പ്രാർത്ഥനാ മുറിയുടെ വാതിലാ. അടയ്ക്കുമ്പോൾ ഓർക്കണം, നീ പുറത്താകരുത്. പ്രാർത്ഥനാ മുറിയുടെ വാതിലിനകത്ത് നീ ഉണ്ടാകണം. ആ മുറിയുടെ വാതിൽ നീ അടച്ചാൽ പരിശുദ്ധൻ പറയുന്നു, പുറത്തുള്ള 100 വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഇന്ന് പകലിൽ ആർക്കും തുറക്കാൻ കഴിയാത്തത് സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാം. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ അവിടെ പറ. പരിശുദ്ധാത്മാ പറയുന്നു, ഒറ്റ വാതിൽ നീ അടച്ചാൽ നാളെ ആമേൻ കർത്താവ് വെളിയിൽ അടഞ്ഞു കിടക്കുന്ന പല വാതിലുകളും നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. ഒറ്റ വാതിൽ അടച്ചു. ഈ സഹോദരി പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്നാന്നറിയണ്ടേ? ഭരണിയിലെ എണ്ണയിൽ ഒരു വർധനവ് വെളിപ്പെടുക. ഇന്ന് രാത്രി ചില വർധനവുകൾ നിങ്ങളിൽ വെളിപ്പെട്ടാൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരമാണ് ആ ഭരണിയിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത്. ഇന്നൊരു രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ആ ഭരണിയൊന്ന് തുറക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം പറയുക, ഉത്തരമില്ലാത്ത ഒത്തിരി ചോദ്യങ്ങൾക്ക് ഇന്നൊരു രാത്രി നിനക്ക് ഉത്തരം വെളിപ്പെടാൻ പോകുകയാണ്. പുറത്ത് നല്ല നിന്റെ ഉത്തരം വരുന്നത് നിന്റെ വീട്ടിനകത്ത് തന്നെ ചിലതിന്റെ മറുപടികൾ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. Yes, the holy power of Jesus.